ഹലോ നമസ്കാരം, ഷാനിഫാണ്. ഭയങ്കര ഒരു നല്ലൊരു ദിവസം. ഞങ്ങൾ എറണാകുളം പോണ വഴി ആരൊക്കെ നോക്കിയേ? ഷാഹിർ അലി ഖാൻ, ആൽബം ഇൻഡസ്ട്രിയിലെ എന്താ പറയാ പുലിക്കുട്ടികൾ, പാട്ടുകാര് എല്ലാം ഒരു ഏകദേശം ഒരു 4-5 കലാകാരന്മാരെ ഒരുമിച്ചുണ്ട് കിട്ടി. നമ്മുടെ നാലുമണിക്കാറ്റിലാണ് റീൽസിലെ നിങ്ങൾക്കറിയാം. റീൽസ് കൊണ്ട് നമ്മളൊക്കെ ജനഹൃദയങ്ങളിൽ കയറിയിട്ടുള്ള ഒരാളാട്ടോ സജിന, അതുപോലെ നിഷാദ്, മുത്തുക്ക. ഒരുപാട് സന്തോഷം. അപ്പൊ വരുന്ന വഴി കണ്ടപ്പോ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പൊ പുതിയ വർക്കുകളൊക്കെ മുത്തുക്കട വർക്ക് വരല്ലേ? പുതിയ വർക്ക് എന്റേതല്ല, മോള് വരുന്ന റൈഹാന. ഇങ്ങനെ കാരണമാണ് റൈഹാനൊക്കെ റീൽസിൽ അതെ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുക റൈഹാനൊക്കെ ഇട്ടാ, അതുപോലെ സജിനത്തൊക്കെ. അപ്പൊ റീൽസൊക്കെ എല്ലാരും കണ്ടിട്ട് എന്താ പറയാ, അതിന് ലൈക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കമന്റ്. അപ്പൊ തുടർന്ന് പോവാ, സപ്പോർട്ട് ചെയ്യാ, പൊളിക്ക. ഓക്കെ, നമ്മളിപ്പോ ഇപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്. അപ്പൊ കുറച്ച് വർക്കുകളൊക്കെ പ്ലാനിങ് ഉണ്ട്. ഇൻഷാല്ലാ എല്ലാരും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം. ഓക്കെ, താങ്ക് യു സോ മച്ച് മക്കളെ. ഞങ്ങള് ഓൾറെഡി നമ്മുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനി SR മീഡിയ, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടർ ഷെഫീഖ് കാരാട്, അതേപോലെ അങ്ങനെ ഒരുപാട് കലാകാരന്മാരടങ്ങിയിട്ടുള്ള SR മീഡിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് എന്നോട് നമ്മുടെ ഡയറക്ടർ ഷെഫീഖ് കാരാട് ഒരു ചോക്ലേറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെഫീഖ് കാരാടിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് കുറേ മുമ്പ് കൊടുക്കണം എന്ന് വിചാരിച്ച ഗിഫ്റ്റാണ്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ SR മീഡിയയിലേക്ക് പോണത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എന്താണ് സർപ്രൈസ് നമ്മുടെ ഷെഫീഖ് കാരാടിന് കൊടുക്കുന്നത് നമുക്ക് കാണാം. മക്കളെ, ഞങ്ങൾ സത്തർക്കനെ കണ്ട് കുറെ കാലത്തിന് ശേഷം സത്തർക്കനെ ഞങ്ങൾ കണ്ടിട്ട് സത്തർക്കൊരു ഹായ് കൊടുത്തേ. സത്തർക്കൊരു ഹായ്. എന്ത് മനുഷ്യന്, നിങ്ങൾക്കൊരു ഹായ് ഒന്നൂടെ. സത്തർക്കനെ കണ്ട് ചായക്ക് പിന്നെ കുടിക്കാൻ പോവാ. നമ്മളെ ദുപ്പനെ കണ്ടിട്ട് SR മീഡിയയിൽ വന്നപ്പോ ദുപ്പനെ എല്ലാവർക്കും അറിയാം. ദുപ്പ ഒന്ന് പരിചയപ്പെടുത്തോ. ഒരുപാട് വർക്കിന്റെ ക്യാമറമാനാണ്. പിന്നെ ഒരുപാട് വർക്കിന്റെ എല്ലാവരും ഷെഫീഖ് കാരാടിന്റെ SR മീഡിയയുടെ ഒക്കെ വർക്ക് ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഷെഫീഖിനൊരു ഗിഫ്റ്റ് കൊടുന്ന് മറന്നിട്ടാ, അത് എടുത്തു. ഞങ്ങള് ഷെഫീഖ് കാരാടിന് ഗിഫ്റ്റ് ഉണ്ട്. അതുമാതിരി ഞങ്ങക്ക് മുട്ടായി തന്നില്ല. സിഗരറ്റ് ഒന്ന് പറ്റിച്ചെന്നെ, സിഗരറ്റിന്റെ പാക്കറ്റ്. അത് ഞങ്ങള് പണ്ട് ഖത്തറിൽ പോയപ്പോ ഞങ്ങൾ ഉറുപ്പ്യ മേടിച്ച് സിഗരറ്റ് പറയും നല്ല വണ്ടി. അയ്യോ പൂച്ച നനയും. അതാണ് നമ്മളുടെ കാരാടിനൊരു നൈസ് ഗിഫ്റ്റ് വന്നുള്ളതാണ്. കാരാട് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുമെന്ന് തോന്നുന്നു. നമ്മളെ ഒരു തുറക്കുമ്പോ കാണട്ടാ എന്താണല്ലേ. മഴ ചെയ്ത് ആകെ എന്താ ചോദിച്ചോ. ഇതാണ് നമ്മളെ ഷെഫീഖ് കാരാട്. ഇതിനെ നോക്കി വളർത്തും. അതിനൊന്ന് ഉഷാറാക്കിട്ടേ കുളിപ്പിച്ചെടുക്കണം. പിന്നെ എന്തോ പനി എന്തോ ഉണ്ട്. ഒക്കെ ഇനി എന്റെ കയ്യിലാണ്. അതിനെ കിട്ടിയാൽ രക്ഷപ്പെട്ടു. എനിക്കിതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അതാ പ്രശ്നം. SR മീഡിയന്ന് പോവുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ സൗഹൃദങ്ങളൊക്കെ പുതുക്കി. സത്താർഖാനെ കണ്ടു, ഷെഫീഖിനെ കണ്ടു, നമ്മുടെ നിബിനൊക്കെ കണ്ട്, സുപ്പനെ കണ്ട് ഞങ്ങൾ പോവാനുള്ള പരിപാടിയാണ്. അപ്പൊ സുപ്പ, നമ്മളെ ചാനലിലെ പ്രേക്ഷകരോടൊക്കെ ഞാൻ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നാളെ വർക്കുണ്ട്. പിന്നെ സുപ്പനെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ട ഒരുപാട് വർക്കിന്റെ ക്യാമറമാൻ കൂട്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് ഞങ്ങള്, അത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ അറിയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഷാനിഫ്ക ഇത് തുടങ്ങിയ ഈ ഒരു ചാനലിൽ തീർച്ചയായിട്ടും ഒരുപാട് വർക്കുകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഡയറക്ടർ, അതിലുപരി ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്ത ഒരു നടൻ,
എന്നതിലുപരി നല്ലൊരു പാട്ടുകാരനാണ്. ഒപ്പം തിങ്കളാഴ്ച പാട്ട് എന്നുള്ള ഒരു പാട്ട് ഏറ്റെടുത്ത് നിങ്ങൾ വൈറലാക്കിയ ഒരു കലാകാരൻ കൂടിയാണ്. അപ്പൊ എന്തായാലും ഷാനിക്ക തുടങ്ങിയ സംരംഭം നല്ല വീഡിയോസുകൾ സെലിബ്രിറ്റി ഇന്റർവ്യൂസ് അതൊക്കെ അത് മാത്രമാക്കണ്ട, ആളുകൾക്ക് എന്തൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ ചാനലിൽ കൂടി കാണുന്നുണ്ട്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലൂടെ വെറുതെ ക്യാമറ പിടിച്ചാൽ മതി, അതൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. സ്റ്റേ ട്യൂൺ. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഷാനിക്കയുടെ കൂടെ എന്നും നിങ്ങൾ ഉണ്ടാവുക, നിങ്ങളുടെ കൂടെ എന്നും ഷാനിഫ്ക ഉണ്ടാവും. എൻ്റെ ബ്രോ ചങ്സ് എല്ലാവർക്കും ഷെഫീഖിനെ അറിയും. ഒരുപാട് വർക്കിന്റെ ഡയറക്ടറാണ്, പഴയ എഴുത്തുകാരനാണ്. മൂപ്പള വർക്ക് ഇതുവരെ എനിക്ക് അഭിനയിക്കാൻ വല്ലാണ്ട് പറ്റിയിട്ടില്ല. അംസഫറിൽ മാത്രമേ ഒരു ചെറിയ ക്യാരക്ടർ വന്നിട്ടുള്ളൂ. എന്തൊക്കെ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. പുതിയ വർക്കുകളൊക്കെ ഏതൊക്കെ ഇപ്പോ? പുതിയ വർക്ക് ഇൻഷാല്ലാ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് തുടങ്ങാൻ ഒരു 3 വർക്കിന്. ഇപ്പൊ റിലീസായത് ഷാഫിഖാന്റെ പുതിയ വർക്ക് SR മീഡിയയിൽ മുസ്കുരാൻ. ഓക്കെ, അപ്പൊ കണ്ടപ്പോ ഷെഫീഖിനെ അന്വേഷിച്ച പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഇതാണ് ഷെഫീഖ്. ഷെഫീഖിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പേഴ്സണൽ ഇന്റർവ്യൂ തീർച്ചയായിട്ടും ഇടും. കുറച്ചും കൂടി കഴിയട്ടെ, ഒന്നുകൂടി സെറ്റായാല് ഒന്നുകൂടി ഇന്റർവ്യൂവിൽ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പൊ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വേറെ വരും. ഓക്കെ, കാണാം. താങ്ക് യു.